എങ്ങനെയാണ് അപ്പച്ചൻ സാർ ഈ ഒരു സകലകലാവല്ലഭനെ കണ്ടെത്തിയത്? എൻ്റെ സഹധർമ്മിണിയാണ് കാര്യം മുഴുവൻ പറയും. ശരി. ഞങ്ങളൊക്കെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നവോദയ അപ്പച്ചൻ എന്ന് പറയുന്ന ആളാണ് ഫാസിൽ എന്ന് പറയുന്ന സംവിധായകനെ പരിചയപ്പെടുത്തുന്നത്. അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരാളുള്ളത് നമുക്കറിയില്ലായിരുന്നു. ഞാൻ തന്നെയാ ഫാസിലിനെ കണ്ടുപിടിച്ച്. ശരി. അത് 70-ലോ 72-ലോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഫാസില് NN പിള്ളയുടെ ഒരു മോണോ ആക്ട് കാണിച്ചു. ഞാൻ ഇച്ചിരി അതിനകത്ത് ഇൻട്രസ്റ്റഡ് ആണല്ലോ, ഞാൻ മോണോ ആക്ട് ഏരിയ മിമിക്രി. അപ്പോഴത്തേക്ക് എന്തോ ഒരു രസമായിരുന്നു. ഞാൻ ഇരുന്നങ്ങ് ആസ്വദിച്ച് ചിരിച്ചു പുറത്ത് ഇറങ്ങി കഴിഞ്ഞ് 2 ദിവസം ഒറ്റ കഴിഞ്ഞപ്പം ഞാൻ പള്ളിയിൽ പോയിച്ച് വന്നപ്പോൾ പുള്ളി എൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്. എനിക്കറിയാമല്ലോ, ഒരു കൊച്ചു പയ്യൻ. അപ്പം എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, എന്ത് ഭംഗിയായിരുന്നു NN പിള്ളയുടെ, കൺഗ്രാജുലേഷൻ. ഞാൻ ഇതുപോലെ ആസ്വദിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് ഞാനങ്ങ് വീട്ടിലോട്ട് പോയി. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പിള്ളേരെ, എൻ്റെ ജിസ്മോളെയൊക്കെ മോണോ ആക്ടിനെ, അപ്പം ഞാൻ അവരെ പഠിപ്പിച്ചു. ഡിസ്ട്രിക്ട് ലെവൽ വരെ എത്തി സ്കൂൾ കഴിഞ്ഞ്. അപ്പം ഞാൻ ഓർത്ത് ഫാസിലിനെ കൊണ്ട് അത് തന്നെ ഒന്ന് ശരിയാക്കി ചെയ്യാം. അപ്പം ഞാൻ ഫാസിലിനെ പിന്നെ അങ്ങോട്ട് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഫാസിലെ എനിക്ക് ഇതൊന്ന് ചെയ്തു തരാം. അപ്പോൾ ഫാസിൽ പറഞ്ഞു, വേണുവുമുണ്ട്. അപ്പം ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇങ്ങനെ, ഞാനത് പല പ്രാവശ്യം പിന്നെ കണ്ടു രണ്ടുപേരുള്ളത്. അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ വരാമല്ലോ അമ്മച്ചിന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫിസലിനെ കൊണ്ട് വീട്ടിൽ ചെന്ന് വെച്ച് ജിജോയോടും ജോസ്മോനോടും അപ്പച്ചനോടും പറഞ്ഞ്, ഇതാണ് ഫാസിൽ, ഞാൻ നിങ്ങളോട് ഒരുപാട് പറഞ്ഞിട്ടില്ലേ, എന്ത് രസമാണെന്ന് അറിയാമോ, എനിക്ക് ജിസ്മോളെ ഇതൊന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു ഫാസിലിനെ. അങ്ങനെ ആ ജിജോയും ജോസ്മോനും അപ്പച്ചനും ഒക്കെ ഫാസിലിനെ കാണുന്നത്. ഞാൻ ആ ഫാസിലിൻ്റെ കഴിവ് അന്നേ കണ്ടുപിടിച്ച് വെച്ചിരുന്നു. വളരെ രസമായിട്ട് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ആസ്വദിച്ചിട്ടില്ല ഈ മിമിക്രി. ഇത്രയും വളരെ സുന്ദരമായിരുന്നു. ഫിസിൽ ഓർക്കുന്നുണ്ടായിരിക്കും. അല്ല, അപ്പോഴും ഫസിയ വിചാരിച്ചു കാണോ ഇത് എൻ്റെ ഒരു കരിയറിൻ്റെ ഒരു തുടക്കമാണ്? ഞാനെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മിമിക്രിയൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഈ ഉദയ കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും അങ്ങോട്ട് എത്തപ്പെടാൻ പറ്റാത്തൊരു മേഖലയാണ്. കുഞ്ചാക്കോ മുതലാളി എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരാൾ വന്ന് എന്നെ ഇങ്ങനെ വഴിയിൽ നിർത്തി പുകഴ്ത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല.